ഇന്ന് രാത്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിനാടകീയമായ നീക്കങ്ങളാണ് നമ്മൾ കണ്ടത്. SFI വെച്ച ബാനറുകൾ നേരിട്ടെത്തി ഗവർണർ അഴിപ്പിച്ചു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അതിരൂക്ഷമായ ഭാഷയിൽ ബാനറുകൾ വീണ്ടും ഉയർത്തി SFI മറുപടി നൽകി. ബാനർ നീക്കം ചെയ്യാത്തതിൽ വൈസ് ചാൻസലറുടെ ഗവർണർ വിശദീകരണം തേടി. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ ക്യാമ്പസിലെത്തിയ ഗവർണർക്ക് ബാനറുകൾ കണ്ടതോടെ അരിശം പൂണ്ടു. How these banners are there? And have you taken any action? ബാനർ അഴിക്കണമെന്നാവശ്യപ്പെട്ടു. രാത്രിയോടെ നേരിട്ടെത്തി പോലീസിനെ കൊണ്ട് ബാനറുകൾ അഴിപ്പിച്ചു. How come this is here? I am asking you, if Chief Minister is staying here, you will allow this? No, you are saying that you have asked the Vice Chancellor. മിനിറ്റുകൾക്കുള്ളിൽ ബാനർ പോര് SFI പാരമ്യതയിലെത്തിച്ചു. രൂക്ഷ ഭാഷയിലുള്ള തലക്കെട്ടുകളോടെ പുതിയ ബാനറുകൾ ഉയർന്നു. ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ തുപ്പരുതെന്ന് നടു റോഡിൽ SFIയുടെ എഴുത്ത്. പിന്നാലെ അതേ വാചകം ബാനറിൽ. ഗവർണർ ബാനർ അഴിച്ചാൽ 100 ബാനറുകൾ പകരം കിട്ടുമെന്ന വാക്ക് SFI പാലിക്കുകയാണ്. കാരണം എല്ലാ ബാനറുകളും മുൻകൂട്ടി തയ്യാറാക്കി വെച്ചവയാണെന്ന് ഉറപ്പ്. ആരിഫ് ഖാൻ വന്നിറങ്ങിയിട്ട് എന്റെ ബാത്റൂം കഴുകിത്താറോ എന്ന് പറയുമ്പോ പോയി കഴുകാൻ നിന്നിട്ട് പോലീസിന്റെ അന്തസ്സ് കളയുന്ന പണി നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ SFIക്ക് പറയാനുള്ളത്. ജനാധിപത്യപരമായ ശക്തമായ പ്രതിരോധം ഞങ്ങൾ ഉയർത്തും. ജനാധിപത്യ വിരുദ്ധമാണ് എന്ന ബോധ്യമുള്ള ഘട്ടത്തിൽ കൂടി ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ കെട്ടി തയ്യാറാക്കിയിട്ടുള്ള നിരവധിയായ ബാനറുകളിൽ ഫ്ലെക്സുകളിൽ ഒന്ന് ഞങ്ങൾ പ്രതിഷേധ സൂചകമായി കത്തിക്കും എന്നുള്ളതാണ്. ഗവർണറുടെ ഫ്ലെക്സും SFI കത്തിച്ചു. തൊട്ടു പിന്നാലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയുടെ തുടക്കമെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. ഗവർണർക്കെതിരെ പോസ്റ്റർ ഉയർത്തിയതിന് പിന്നിൽ പോലീസാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഇത് സംഭവിക്കില്ല എന്നുമാണ് രാജ്ഭവന്റെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. നമുക്കിപ്പം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, നോക്കൂ, ആദ്യം SFI ബാനർ കിട്ടുന്നു, ഗവർണർ നേരിട്ടെത്തി അത് അഴിപ്പിക്കുന്നു, വീണ്ടും SFI അതിനെ ഇരട്ടി ബാനറുകൾ ഉയർത്തുന്നു. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഗവർണറും VCയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞോ? ഭാര്യ അസാധാരണമായ സംഭവ വികാസങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർവകലാശാല ക്യാമ്പസിൽ അരങ്ങേറിയത്. മുൻപെങ്ങും സംസ്ഥാന ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം ഒരു വിദ്യാർത്ഥി സംഘടനയും ചാൻസലറും നേർക്കുനേർ വരുന്ന സാഹചര്യം. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഗവർണറുടെ കാലുകുത്തിക്കില്ലെന്ന നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് SFI ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രതിഷേധ സൂചകമായ ബാനറുകൾ ഉയർത്തിയത്. ഗവർണർ അത് ഇന്ന് ഉച്ചയിൽ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ തന്നെ അഴിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു. അത് വൈകിട്ട് നേരിട്ടെത്തി മലപ്പുറം SP-ക്ക് ആജ്ഞാപിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് ഗവർണർ ഈ ബാനറുകൾ അഴിപ്പിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കുള്ളിൽ പ്രതിഷേധവുമായി സംസ്ഥാന സെക്രട്ടറി BM ആർഷോയുടെ നേതൃത്വത്തിലുള്ള SFI പ്രവർത്തകർ ഇവിടെ എത്തി വീണ്ടും ബാനറുകൾ സ്ഥാപിക്കുകയായിരുന്നു. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ബാനർ തന്നെയാണ് സ്ഥാപിച്ചത്. മിസ്റ്റർ ചാൻസലർ, ദിസ് ഇസ് കേരള, ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗിയർ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകൾ ഇവിടെ സ്ഥാപിച്ചു. ഇപ്പോഴും SFI പ്രവർത്തകർ അവരുടെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഈ പ്രധാന കവാടത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ മാറിയാണ് പോലീസ് ഈ ക്യാമ്പസിന് സമീപമുള്ള ഇവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ വെച്ചാണ് ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. അവിടെ തന്നെയാണ് ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞു. ഗസ്റ്റ് ഹൗസിൽ നിന്നും ഈ എൻട്രി പോയിന്റ് വളരെ അടുത്താണ്. ഗവർണർ ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയോ? ഗവർണർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഗവർണർ
ഗവർണർ അപ്പോൾ തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയിരുന്നു ആര്യ. ഈ ബാനർ അയപ്പിച്ചതിന് ശേഷം തന്നെ ഗവർണർ കുറച്ചു നേരം ഈ കവാടത്തിന് മുന്നിൽ, ഗസ്റ്റ് ഹൗസിന്റെ കവാടത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. VC എത്തിയപ്പോൾ തന്നെ VCയുമായി ഗവർണർ അകത്തേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീട് ഗവർണർ പുറത്തേക്ക് വന്നിട്ടില്ല. അവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അവിടെയാണ് പോലീസ് ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് തുടക്കത്തിൽ ഈ പ്രവർത്തകർ അകത്തേക്ക് കിടക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പിന്നീടാണ് ഈ ബാനറുകൾ ഉയർത്തി ഈ ചുമരെഴുത്ത് നിഴത്തിൽ ഈ എഴുത്തുകളൊക്കെ ആയി പ്രവർത്തകർ ഇവിടെ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. ഈ VCയെ വിളിച്ചു വരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും പിന്നോട്ടില്ലെന്ന ഗവർണർ നേരത്തെ നിലപാടിലൂടെ തന്നെ അത് ആവർത്തിക്കുകയാണ്. കാരണം കാലിക്കറ്റ് ഗസ്റ്റ് ഹൗസിലായിരുന്നു ഗവർണർ, കോഴിക്കോടുള്ള വെസ്റ്റിയിലുള്ള ഗസ്റ്റ് ഹൗസിലായിരുന്നു ഗവർണർ താമസിക്കാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ SFI ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന നിലപാടെടുത്തതോടെ ഈ സർവകലാശാല ക്യാമ്പസിലേക്ക് തന്നെ ഗവർണർ വരികയാണ്. അത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ചാൻസലറും വിദ്യാർത്ഥി പ്രസ്ഥാനവും തമ്മിലുള്ള ഒരു പോര്, നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിക്കുക തന്നെയാണ് ഗവർണർ. നേരിട്ടെത്തി പോലീസിനെ കൊണ്ട് ബാനർ അയപ്പിച്ചു. അതിന് പിന്നാലെ SFIയും അവരുടെ സമരത്തിന് വീര്യം കുറവില്ലെന്ന് കാണിക്കേണ്ട തരത്തിൽ ഒരു ബാനറിൽ പ്രകോപിതനായി അത് പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു. തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. നാളെ രാവിലെ തിരിച്ച് പുറത്തിറങ്ങുന്ന ഗവർണർ കാണാൻ പോകുന്നത് ഒന്നിനു പകരം 10 ബാനറുകളാണ്. I am asking you, if Chief Minister is staying here, you will allow it? No, let me know. അതെ ആര്യ, അതെ, അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ്. നാളെ രാവിലെ ഗവർണർ പുറത്തിറങ്ങുമ്പോൾ ബാനറുകൾ മാത്രമല്ല, ഗവർണറെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ ഉൾപ്പെടെ, ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപര ഗിയർ എന്നുള്ള എഴുത്തുകൾ ഉൾപ്പെടെയാണ് ഗവർണർ നാളെ രാവിലെ കാണാൻ പോകുന്നത്. ഇതിനോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് നാളെ പ്രതീക്ഷിക്കുന്ന. വൻ പോലീസ് വിന്യാസം ഇന്നലെ മുതൽ തന്നെയുണ്ട്. 500-ലധികം പോലീസുകാർ ക്യാമ്പസിനകത്തും പുറത്തുമായുണ്ട്. നാളെ കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ ആകെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ, പാലക്കാട്, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ പോലീസ് സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സേനാ വിന്യാസം തന്നെയായിരിക്കും എന്തായാലും നാളെ ഇവിടെ ഉണ്ടാവുക. നാളെ വൈകിട്ട് 3 മണിക്കാണ് ഈ ഗവർണറുടെ 3:30-നാണ് ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ. അതിന് പുറത്തും അകത്തുമായി SFI പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. അതിന് കണക്കാക്കിയുള്ള ഒരു പോലീസ് വിന്യാസം പോലീസ് ഇന്നലെ മുതൽ ശ്രമകരമായ ദൗത്യത്തിലാണ്. ഇന്നൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു SFI. ഗവർണർ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തന്നെ. പക്ഷേ കാര്യങ്ങൾ നാടകീയമായി മാറി മറിയുന്ന ഒരു സാഹചര്യം. ഇന്നലെയും SFIയുടെ സമരം അപ്രതീക്ഷിതമായി സംഘടിച്ചെത്തുകയായിരുന്നു. ഇന്നും കാര്യങ്ങൾ അത്തരത്തിൽ മാറി മറിയുന്നു. ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തരത്തിലേക്കുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക്, ചാൻസലർ വിദ്യാർത്ഥി സംഘടന എന്ന ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം. ഇന്നലെയാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് ഗവർണർ എത്തിയത്. ഇന്നലെ 500ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നെങ്കിൽ നാളത്തേക്ക് സ്ഥിതി മാറുകയാണ്. നാളെ വൈകിട്ട് 3 മണി കഴിഞ്ഞാണ് ഗവർണറുടെ പരിപാടിയുള്ളത്. നാളെ ഏകദേശം 2000-ഓളം പോലീസുകാരെയാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുകൂടി പോലീസുകാരെ എത്തിക്കുകയാണ്. എന്തായാലും